നമസ്കാരം. അങ്ങനെ അഹങ്കാരത്തിൻ്റെ ഒരാൾ രൂപം കൂടി കടപുഴകി വീണിരിക്കുന്നു. സംവിധായകൻ രഞ്ജിത്തിൻ്റെ തന്നെ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പോലീസ് ഇടുക്കിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വാഹനം തടഞ്ഞ് പിടികൂടിയത്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി അയാളെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചിട്ടുണ്ട്. ഈ നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അയാളെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടൊക്കെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. നടി ക്യാരവാനിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നെന്നും അവർ രഞ്ജിത്തിൻ്റെ ഈ പ്രവൃത്തിയിൽ വളരെയധികം മാനസികമായി തകർന്നെന്നും ആ മാനസിക ആഘാതത്തിൽ നിന്ന് മുക്തയാകാൻ തന്നെ മാസങ്ങൾ വേണ്ടി വന്നു എന്നൊക്കെയാണ് കമ്മീഷണർ മഹേഷ് കുമാർ കാളിരാജ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതിനു മുമ്പും രഞ്ജിത്തിനെക്കുറിച്ച് ഈ ലൈംഗികാരോപണങ്ങൾ പലപ്പോഴും ഉയർന്നു വന്നിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് 2009 രഞ്ജിത്ത് തന്നെ സംവിധാനം ചെയ്ത പലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ എന്ന സിനിമയുടെ ഓഡിഷന് വേണ്ടി വന്ന ബംഗാളി നടിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് അവർ മാധ്യമങ്ങളോട് പറയുന്നത്. അന്ന് രഞ്ജിത്ത് പറഞ്ഞത് ഇതൊക്കെ എന്നെ തകർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്, എന്തുകൊണ്ട് ഇത്രയും വർഷം കേസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായും അതൊരു ന്യായമായ ചോദ്യമാണ്. എന്തുകൊണ്ട് 2009 നടന്ന ഒരു സംഭവത്തിന് ഇത്രയും 10 വർഷങ്ങൾ കഴിഞ്ഞിട്ടും 15 വർഷങ്ങൾ കഴിഞ്ഞിട്ടും പരാതി കൊടുത്തില്ല എന്നുള്ളത് ഒരു ന്യായമായൊരു ചോദ്യമാണ്. ഈ സ്ത്രീകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ രഞ്ജിത്തിൻ്റെ കാമാസക്തി എന്ന് തെളിയിച്ച സംഭവമാണ് പിന്നീട് ഉയർന്നു വന്ന പരാതി. കോഴിക്കോട് സ്വദേശിയായ ഒരു ചെറുപ്പക്കാരനെ ബാംഗ്ലൂരിലെ ഒരു ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് ആ ചെറുപ്പക്കാരൻ പരാതി നൽകിയത്. എന്തായാലും രഞ്ജിത്തിനെതിരെ പിന്നീട് കേസെടുക്കുകയും ഒക്കെ ഉണ്ടായി. പക്ഷേ ഈ രാഷ്ട്രീയ സ്വാധീനം മൂലം ആ കേസ് അന്വേഷണമൊക്കെ അവസാനിച്ചു. ഈ രഞ്ജിത്തിൻ്റെ ഈ ഒരു അഹങ്കാരം ഇത് ആദ്യമൊന്നുമല്ല. ചലച്ചിത്ര വികസന അക്കാദമി തന്നെ സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ ഇയാളെ കൂവിയപ്പോൾ ഒരു പാളിച്ച, ഒരു സംഘടനത്തിൽ സംഭവിച്ച ചില പാളിച്ചകളുമായി ബന്ധപ്പെട്ട് കാണികളിൽ ചിലർ കൂവിയപ്പോൾ രഞ്ജിത്ത് യാതൊരു കൂസലുമില്ലാതെ പറഞ്ഞത്, ഞാൻ 79 SFIയിലൂടെ ജീവിതം തുടങ്ങിയവനാണ്, എന്നെ കൂവി പേടിപ്പിക്കാൻ നോക്കണ്ട എന്നൊക്കെയാണ്. സ്വാഭാവികമായും അത്തരത്തിലൊരാൾ ആ സമയത്ത് പറയേണ്ടത്, അയാൾ അതിൻ്റെ തലപ്പത്തുള്ളയാളാണ്, ശരി ഇതിലെന്തെങ്കിലും പാളിച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു, നിങ്ങളത് ക്ഷമിക്കുക എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അന്തസ്സുയരുമായിരുന്നു. പക്ഷേ ഇയാൾ യഥാർത്ഥത്തിൽ ആ കമ്മികളുടെ ഒരു സ്വഭാവം തന്നെയാണ് കാണിച്ചത്. ഭീഷണിയുടെ സ്വരം, എന്നെ കൂവി തോൽപ്പിക്കാൻ നോക്കണ്ട, പേടിപ്പിക്കാൻ നോക്കണ്ട, 79 ഞാൻ SFIയിലൂടെ രംഗത്ത് വന്നയാളാണ് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ ചലച്ചിത്ര വികസന അക്കാദമിയുടെ ഒരു ചടങ്ങിൽ തന്നെ ഇയാൾ മദ്യപിച്ച് മതോന്മത്തനായി ഒരു 3 പേർ താങ്ങിയെടുത്തുകൊണ്ട് ഇയാളെ വരുന്ന ഒരു സംഭവം ഉണ്ടായി. അത്രയേറെ നാണം കെട്ടൊരുത്തനാണ് ഈ രഞ്ജിത്ത്. പക്ഷേ അയാളുടെ ഈ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ഇത്രയും കാലം അയാൾ പിടിച്ചു നിന്നു. മലയാളത്തിലെ ഒരു പ്രമുഖ നടിയെ കണ്ണും കൈയും ഒക്കെ കാണിച്ച് വശീകരിച്ച് അവർക്കൊരു കുട്ടിയെ സമ്മാനിച്ചെന്നും അവരുടെ ജീവിതവും കരിയറും തന്നെ താറുമാറാക്കിയെന്നുമൊക്കെയാണ് പറയുന്നത്. അവരിപ്പോൾ വയനാട്ടിൽ എവിടെയോ താമസിക്കുകയാണ്. യഥാർത്ഥത്തിൽ വളരെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രതിഭയുള്ള ഒരു സംവിധായകനാണ്. സംവിധായകൻ മാത്രമല്ല, തിരക്കഥാകൃത്തും നടനുമൊക്കെയാണ് ഈ രഞ്ജിത്ത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മംഗലശ്ശേരി നീലകണ്ഠൻ ദേവാസുരത്തിലെ. അതിനുശേഷം ഇയാൾ സംവിധാനം ചെയ്ത രാവണപ്രഭു രഞ്ജിത്ത് തന്നെ സംവിധാനം ചെയ്തതാണ്. ദേവാസുരം IV ശശിയായിരുന്നെങ്കിൽ അതിൻ്റെ പിന്നീട് വന്ന ഭാഗം സംവിധാനം ചെയ്തത് രഞ്ജിത്താണ്. നന്ദനം രഞ്ജിത്താണ് സംവിധാനം ചെയ്തത്. അപ്പോൾ അയാൾക്ക് കൃത്യമായിട്ടുള്ളൊരു കഴിവുണ്ടായിരുന്നു, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കഴിവുണ്ടായിരുന്നു. പക്ഷേ ആ കഴിവിനേക്കാൾ ഉപരി ഉയർന്നു നിന്നത് അയാളിലെ അഹങ്കാരമായിരുന്നു. പിന്നീട് മോഹൻലാലിനും മമ്മൂട്ടിക്കും പോലും ഇയാളോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലെത്തി. പക്ഷേ ഇയാൾ അവിടെ ഒന്നും കൂസിയില്ല. എല്ലാവരോടും പലരോടും ഇയാൾ വളരെ അമർഷത്തോടു കൂടിയും ഉടക്കിയും ധാർഷ്ട്യത്തോടുമൊക്കെ സംസാരിച്ച വിവരങ്ങളൊക്കെ പുറത്തു വന്നു. നമ്മുടെ എല്ലാവരും ആദരിക്കുന്ന ഒരു നടനാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ പരസ്യമായി ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് കരണത്തടിച്ചത് ആയിട്ടുള്ള ഒരു വാർത്ത ഈയിടയ്ക്ക് പുറത്തു വന്നിരുന്നു. നമുക്കതൊക്കെ വായിച്ചപ്പോൾ ഒരു ഉള്ളിൽ വല്ലാത്തൊരു ഒരു വിങ്ങലാണ് തോന്നിയത്. കാരണം ഒടുവിൽ ഉണ്ണികൃഷ്ണനെ പോലെയൊക്കെ നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ നമ്മൾ ഇപ്പോഴും കരുതുന്ന, വളരെ ആദരിക്കുന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ പ്രായത്തെ പോലും ബഹുമാനിക്കാതെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പരസ്യമായി കരണത്തടിച്ചു എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഈ ഇത്രയധികം വൃത്തികേടുകൾ കാണിച്ചു കൂട്ടിയിട്ടും രഞ്ജിത്ത് പിടിച്ചു നിന്നത് ഈ CPMൽ ചേർന്ന് നടക്കുന്നത് കൊണ്ടാണ്. ഒരു SFIക്കാരനായതുകൊണ്ടാണ്, CPM സഹയാത്രികനായതുകൊണ്ടാണ്, CPMൻ്റെ ഉന്നത നേതാക്കളുമായുള്ള ബന്ധമൊക്കെ കൊണ്ടാണ് അയാൾ ഇത്ര കാലവും പിടിച്ചു നിന്നത്. പക്ഷേ ഇപ്പോൾ അയാൾക്ക് കൃത്യമായി പിടിവീണിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം, രഞ്ജിത്ത് റിമാൻഡിലായതിനു ശേഷം ഇയാൾ ഡയറക്ടേഴ്സ് യൂണിയനിൽ നിന്ന് ഇയാളെ പുറത്താക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചു. അതുമാത്രമല്ല, റൈറ്റേഴ്സ് യൂണിയനിലും ഇയാൾ മെമ്പറാണെന്ന് പറയുന്നു. അവിടെ നിന്നും ഇയാളെ പുറത്താക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചു എന്നാണ് ഫെഫ്കയുടെ ചെയർമാനായ ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇത് സൂചിപ്പിക്കുന്നത് CPMൻ്റെ ഒരു തകർച്ച കൂടിയാണ്.
കാരണം ഈ ധാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റം ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾ സഹിക്കില്ല. അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും അപ്പോൾ അത് പ്രകടിപ്പിച്ചില്ലെങ്കിലും അവരത് പിന്നീട് തക്കം കിട്ടുമ്പോൾ അതിൻ്റെ മറുപടി കൊടുക്കും. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ആര്യ രാജേന്ദ്രൻ. ഇനി അടുത്ത് കിട്ടാനിരിക്കുന്നത് പിണറായിക്കാണ്. അതിൻ്റെ സൂചന 2 ദിവസം മുൻപ് വന്നിരുന്നു. ഒരിക്കലും ആരും ചോദ്യം ചെയ്യാൻ ധൈര്യമില്ലാത്ത പിണറായി വിജയനെ ഒരു മാധ്യമപ്രവർത്തകൻ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തിരിക്കുന്നു. അതിനുശേഷമാണ് രഞ്ജിത്തിൻ്റെ ഈ വിഷയം വന്നിരിക്കുന്നത്. രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുന്നത്. അപ്പോൾ ഇത് നീതിന്യായ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പോലീസിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം അത് സാധാരണക്കാർക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ ഭരണം കേരളത്തിൽ അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണിത്. കമ്മ്യൂണിസ്റ്റുകാരോട് CPM-കാരോട് പോലീസിനുള്ള ഒരു മൃദു സമീപനം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ 10 വർഷങ്ങൾ. പ്രത്യേകിച്ചും പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വന്നതിന് ശേഷമുള്ള ഒരു 3-4 വർഷങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇനി പോലീസിൻ്റെ മനോഭാവം മാറുന്നു. അതിൻ്റെ സൂചനയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരനായ രഞ്ജിത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. എന്തായാലും രഞ്ജിത്തിൻ്റെ ഈ അറസ്റ്റ് കേരളത്തിലെ സാധാരണക്കാർക്ക് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്.